തെച്ചിട്ടതിൻ്റെ ഒന്നുമില്ല. അതിനാ കണ്ണിൻ്റെ ഒരു ചെറിയ പ്രശ്നം കൊണ്ട് അത് ഭയം കൊണ്ട് ചെയ്യണതാ. പിന്നെ ആനക്കാരങ്ങോട്ട് വലിയ പേരും പെരുമയും കുറഞ്ഞിട്ട് 18 ആളെ കൊന്നു എന്നും പറഞ്ഞിട്ട് ഇപ്പം നമ്മളെ ഒരാൾ തല്ലാൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ? വെറുതെ നോക്കില്ല, ഒന്നും വരില്ല, ഓടി പോവല്ലേ. ഇതിനെയൊക്കെ വലത്തെ കണ്ണില്ല കുട്ടി. നമസ്കാരം. മാപ്രാണം ആനപ്പറമ്പിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ആനപ്പറമ്പല്ലാട്ടെ, ഇന്ന് നമ്മൾ ഇരിങ്ങാലക്കുടയ്ക്ക് വന്നപ്പോഴേ നമ്മുടെ ഒരു സീനിയർ ആയിട്ടൊരു ആനപ്പാപ്പാൻ നമ്മുടെ കൂടെ കുറച്ചാളുണ്ടായിരുന്നു. ആള് അപ്പൊ ആളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആളെ കാണാൻ വന്നിരിക്കുകയാണ്. ആൾ ഇവിടെ ഇടയ്ക്കായിട്ട് നീലകണ്ഠം പറഞ്ഞ ആനയ്ക്ക് ചുമലിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആളുടെ അടുത്തേക്ക് പോവാം. വളരെ സീനിയറായ ആനക്കാരനാണ്, നിരവധി വലിയ വലിയ ആനകളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള ആളാ. ഇതാനേട്ടാ തോളൂര് ബാലക്ഷേട്ടൻ എന്ന് പറയും. കണ്ടംപുള്ളി ബാലനാരായണൻ, തെച്ചിക്കൂട്ടാവ് രാമചന്ദ്രൻ അതന്നെ ഏറ്റെടുത്ത് പറയട്ടെ. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ആന, ഏഷ്യയിലെ ഏറ്റവും വലിയ ആന തെച്ചിക്കൂട്ടാവ് രാമചന്ദ്രൻ, പാറമക്കാവ് നാരായണൻ, അങ്ങനെ നിരവധി ആനമ്മ കയറിയിട്ടുള്ള, താമസിച്ചിട്ടും പരിപാലിച്ചിട്ടുള്ള ആളാണ് ബാലക്ഷേട്ടൻ. ബാലക്ഷേട്ടാ, അപ്പൊ ഇപ്പൊ ഈ ആനമയാണല്ലേ ഇടയ്ക്കാട്ട് നീലകണ്ഠൻ, പഴയ വനമോഹൻ, പാലക്കാട് മോഹനകൃഷ്ണൻ, വനമോഹൻ പിന്നീടായ തിരുവനന്തപുരത്തേക്കൊക്കെ പോയി. പാലക്കാട് മോഹനകൃഷ്ണൻ. ഇപ്പൊ എത്ര നാളായി ഇവിടെ? മാർച്ച് 6-ാം തീയതി മുതൽ. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ഇവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായിട്ട് പരിപാടികൾ നടന്നു. ഉടമസ്ഥൻ വളരെ ഡീസന്റ്, ജനങ്ങളൊക്കെ വളരെ നല്ലവര്. അപ്പൊ നമ്മൾ ചെയ്യണ്ടേ കുറച്ച് വിശേഷങ്ങളും പഴയ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വന്നത് നമ്മുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ആയിട്ടെ, സന്തോഷം. ഞാൻ അനവധി കാലം ആന കയറിയതാണ്. ഒരു അപകടം എനിക്ക് ആനയമ്പിൽ ഉണ്ടായിട്ടില്ല. ഞാൻ നിൽക്കുമ്പോ ഒരാൾക്കും ഉണ്ടായിട്ടില്ല. നല്ല സീനിയറാണ്, പിന്നെ നല്ല ഭംഗിയിലാണ് ഞാൻ കൈകാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ ആനകളെ ഭംഗിയിൽ കൊണ്ടു നടക്കുന്നത് ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. എൻ്റെ കണ്ടപള്ളി ബാലേട്ടൻ മരിക്കോളം പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ ഒരു ആന ഏൽപ്പിച്ചു കൊടുത്താൽ കുടുംബത്തിൽ കിടന്നുറങ്ങാം, ആന ബന്ധോസില്ലാതെ കൈയോടില്ല, തിന്നാനും വെള്ളം കൊടുക്കാതിരിക്കില്ല. അപ്പൊ നമുക്ക് ഭാഷയുടെ വിശേഷങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും കഥകളൊക്കെ നമുക്ക് കേൾക്കാം. കണ്ടംപുള്ളി ബാലനാരായണ ഏറ്റവും കൂടുതൽ ചേട്ടൻ കൈകാര്യം ചെയ്തിട്ടുള്ള ആന, വഴക്കുള്ള ആന എന്ന് പറയാനായിട്ട് കണ്ടംപുള്ളി ബാലനാരായണൻ. അത് കണ്ടംപുള്ളിയാണ്. തെച്ചിട്ടതിൻ്റെ ഒന്നുമില്ല. അതിനാ കണ്ണിൻ്റെ ഒരു ചെറിയ പ്രശ്നം കൊണ്ട് അത് ഭയം കൊണ്ട് ചെയ്യണതാ. പിന്നെ ആനക്കാരങ്ങോട്ട് വലിയ പേരും പെരുമയും കുറഞ്ഞിട്ട് 18 ആളെ കൊന്നു എന്നും പറഞ്ഞിട്ട് ഇപ്പം നമ്മളെ ഒരാൾ തല്ലാൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ? വെറുതെ നോക്കില്ല, ഒന്നും വരില്ല, ഓടി പോവല്ലേ. ഇതിനെയൊക്കെ വലത്തെ കണ്ണില്ല കുട്ടി, വലത്തെ കണ്ണില്ല. ആദ്യമില്ല, അതിനാ കണ്ണ് പോയില്ല. ആ കണ്ണ് ഭാഗത്ത് ഭയക്കാട് കൂടുതലാണ്. അതിന് നമ്മൾ അതിനനുസരിച്ച് നീങ്ങുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പെട്ടെന്ന് തിരിയുമ്പോ നമ്മൾ വിചാരിക്കാൻ എന്താ അറിയോ, ഈ പറഞ്ഞ ആൾക്കാർ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞ പോലെ തെച്ചിക്കോട്ടാവ് രാമചന്ദ്രനേക്കാളും വഴക്കുള്ള ഒരു ആന വേറെ ഉണ്ട്. വെറുതെ പറയാ. നാരായണാനയുടെ വഴക്ക് തെച്ചിട്ടോവാനിക്കില്ല. നാരായണൻ എത്ര നാട് താമസിച്ചു? നാരായണാനക്ക് ഞാൻ 2 ട്രിപ്പായിട്ട് 7 കൊല്ലം താമസിച്ചു. 7 കൊല്ലം? 2 ട്രിപ്പായി. 7 മാസം നിൽക്കണില്ല ആനക്കാര്? 2 കൊല്ലം. ഇതുമ്പില് ഞാൻ 84 മുതൽ 93 വരെ വന്നില്ലേ. അതെ. എനിക്ക് അപകടം പറ്റിയപ്പോ കമ്മിറ്റി ഒരു ഇത് കാണിച്ചതിന്റെ ശേഷം ഞാൻ പിന്മാറിയത്. എന്നെ ചീടക്കുഴി വെച്ചിട്ട് വണ്ടി ഇടിച്ചു. എത്ര വർഷമായി ആന പണിക്ക് ഇറങ്ങിയിട്ട്? ഞാൻ ഒരു 55 കൊല്ലായി. 45 കൊല്ലായി ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തിന് ആന അയച്ചിട്ടു. 5 കൊല്ലം ഞാൻ എൻ്റെ ആശാന്റെ കീഴിൽ നിന്നിട്ട് പിന്നെ ആ ആനയ്ക്ക് തന്നെ ചുമതല. ഉണ്ട്. അത് വലിയ ആന. അത് തൃക്കങ്കോട് സ്വാമിയുടെ കയ്യിൽ നിന്ന്, ഒറ്റപ്പാലത്തുനിന്നേ സ്വാമിയുടെ കയ്യിൽ നിന്ന് ഒരു ആന എടുത്തിട്ട് അതിനെ പട്ടാമ്പി വക്കീലിന് കൊടുത്തു. ആദ്യം കയറി അതിനെന്നിട്ട് കുട്ടിയാന പെരുമ്പാവൂർക്ക് കൊടുത്തു. പെരുമ്പാവൂർക്ക് കൊടുത്തു. അതിന് പെരുമ്പാവൂർ പോയിട്ട് അയാളിനോട് അവിടെ നിൽക്കണം പറഞ്ഞപ്പോൾ എനിക്കത് പറ്റില്ല, ഞാൻ പോരുവാണ് പറഞ്ഞിട്ട് പോന്നു. അങ്ങനെ പിന്നെ ആണ് കോതറയ്ക്കിൽ നിന്ന് നിന്നിട്ട് കണ്ടംപുള്ളിയിലേക്ക് കയറിയത്. കണ്ടംപുള്ളിയിലും വേരാമലത്താണ്, പാറമക്കാലുമായിട്ടാണ് ഇത്രയും കാലങ്ങളായിട്ട്. അതിൻ്റെ ഇടയിൽ കരുവന്തൽ ആനയ്ക്ക് അന്നത്തെ കാലം എങ്ങനെ അറിയോ, ഇപ്പോൾ വഴക്കുള്ള ഒരു ആന ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ, അപ്പം എൻ്റെ പ്രായം ചെറുപ്പല്ലേ, അപ്പോൾ എന്നോട് പറയും എനിക്ക് അന്നത്തെ കാലത്ത് ആനകളെ ഇടിക്കാൻ വലിയ ആഗ്രഹം. സത്യൻ്റെ ആരോഗ്യത്തിന് ഒരു 10-20 വയസ്സൊക്കെ ആകുമ്പോൾ ഒരു ആന തെറ്റിന്ന് പറഞ്ഞാൽ, ആ ചോര തളപ്പ് ആന തെറ്റിന്ന് പറഞ്ഞാൽ അവിടേക്ക് ഓടിച്ചെല്ലും. പിന്നെ എനിക്ക് ഇടത്തെ കൈ, എൻ്റെ ആശാൻ പഠിപ്പിച്ചൊന്നുമില്ല, ഇടത്തെ കൈയാണ് എനിക്ക് നല്ല സ്വാതന്ത്ര്യം. കള്ളക്കോലിന് നല്ല പിടപെടക്കും ഞാൻ ആന. അത് ആന അറിയില്ല, അടിയേരിയ വരണമെന്ന് ആന അറിയില്ല. അങ്ങനെ ആയിട്ട് ഈ ചോരം കയറുമ്പോൾ കരുവന്തല പഴയ കാളിദാസൻ തിരി വഴക്കുള്ളൊരു ആനയായിരുന്നു. അതിൽ പഴയ ആനയ്ക്ക് ബാലന്മാരുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട്, ബാലന്മാർക്ക് പേരും പ്രസിദ്ധി ഉണ്ടാക്കിയത് കരുവന്തല കാളിദാസൻ.
പൂരങ്ങളൊക്കെ ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട്. അതെങ്ങനെയാ വെച്ചാൽ പകുതി പൂരം കഴിഞ്ഞാൽ തെറ്റുവാന. പകുതി പൂരമായി കഴിഞ്ഞാൽ പിന്നിൽ കിടപ്പോഴേക്കും ഒരാളിങ്ങനെ വന്ന് തൊട്ടാൽ മതി, അപ്പൊ തെറ്റുവാന. തെറ്റുവെച്ചാൽ ആളെ കുത്ത പിടിക്കൊന്നുമില്ല, ആന പെട്ടെന്ന് തിരിയും. പിന്നെ ചട്ടക്കാരനൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഏറെക്കറ ടൈമും നേരമൊക്കെ എനിക്കറിയും. ഞാൻ ബന്ധോസ് ചെയ്യാന് ബന്ധോസ് ചെയ്തിട്ട് ഏലസമ്പിൽ നോക്കി ചങ്ങല. അന്ന് ഏലസ് ഇല്ലേ, വെറും ചങ്ങല മാത്രമേ ഉള്ളൂ. അതേ കഴുത്തിലെ ചങ്ങലയുള്ളൂ. അത് നമ്മൾ വാങ്ങി വിടണം. അന്നൊന്നും ഉടമസ്ഥ ചങ്ങലയില്ല. പിടിക്കാല്ലെങ്കിൽ വലിയ കയറ് ലൂസാക്കി ഒറ്റ കയറ് കെട്ടിയിടും. അന്നത്തെ കാലത്തൊക്കെ അങ്ങനെ. പിന്നീടല്ലേ ഇപ്പൊ ഇതൊക്കെ ഈ പ്ലേറ്റും കാര്യമൊക്കെ ആദ്യം വന്നത് കുട്ടിശങ്കരനാണെങ്കിൽ ദേവീസേട്ടൻ ഉണ്ടാക്കി, ആദ്യം വന്നത്. അങ്ങനെ ആയിട്ട് അയിമ്പിൽ കുറച്ച് കാലം നിന്നു. പിന്നെ ദേവസ്ഥയില് പൈസയൊക്കെ കിട്ടാൻ വഴിയും വന്നപ്പോൾ ഞാൻ ബാലേട്ടൻ്റെ അവിടേക്ക് തന്നെ പോകുന്നു. അന്നത്തെ കാലത്ത് അന്ന് കണ്ട് നാരായണാനിക്കല്ല, അന്ന് വലിയ ആന ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ആനയുണ്ട്. നാരായണാനേക്കാൾ ചോദിക്കുന്ന ആന ബീഹാറിൽ നിന്ന് വന്ന അവസരം. ഈ പറപ്പൂര് സുന്ദരനാനെ കൂടുന്ന അവസരത്തിൽ പറപ്പൂര് സുന്ദരനാനെ ഞാൻ ചട്ടടിച്ചതാ. ഞാൻ പണി പഠിപ്പിച്ചാണ് കുട്ടിയത്. അങ്ങനെ അയിമിലേക്ക് വന്നു. ഇവിടെ കരുവന്നില്ലെങ്കിൽ അന്നൊക്കെ എന്താ വെച്ചാൽ പൈസ വെച്ച് കിട്ടിയില്ലെങ്കിൽ അപ്പം തെറ്റി. ഞാൻ ബാലേട്ടൻ്റെ അടുത്ത് എൻ്റെ വീട്ടിൽ കിണർ കുത്താൻ പൈസ വെച്ച് ബാലേട്ടൻ തരാ പറഞ്ഞു. കുമ്പത്ത് കുത്താ വൈനത്ത് കുത്താ പറഞ്ഞിട്ട് പറഞ്ഞു. പിന്നെ മഴ പെയ്തപ്പോൾ പറയാം, ഇനി എന്തിനോട് ഈ കൊല്ലം കുത്തണം, അടുത്ത കൊല്ലം കുത്തിയാൽ പോരെ. അപ്പോൾ കക്കാട് പൂരേറ്റിട്ടുണ്ട് നാരായണാനിക്ക്. അന്ന് ചെറിയ പൈസയേ ഉള്ളൂ. കക്കാട് കുന്നങ്ങളും ഇവിടുന്ന് പട്ടാമ്പി റോട്ടിൽ നിന്നാണ് പൂരേറ്റുള്ളത്, അടുത്ത് നിന്നാണ്. ആ പൂരത്തിൻ്റെ തലേദിവസം ഞാൻ അമ്മയുടെ അവിടെ വീട്ടിൽ കൊണ്ടേ കെട്ടി കൊടുത്തിട്ട് അമ്മോടിയും പറഞ്ഞു, ഞാൻ നാളെ രാവിലെ നേരത്തെ വന്ന് ആനയെ കൊണ്ടേക്കൊള്ളാന്നും പറഞ്ഞുകൊണ്ട് പോന്നു. ബാലേട്ടൻ്റെ അവിടെ വീട്ടിൽ വന്ന് അവിടെ കിടന്നു. ഒരു 10 മണിയാകുമ്പോൾ എന്നെ കാണാനില്ല. വെച്ചപ്പോൾ ബാലേട്ടൻ ഓടി വന്നു. മോഹനാ വന്ന്. എന്ത് ബാലേട്ടനായിട്ട് ചെയ്ത്? ആന പൂരത്തിന് കൊണ്ടതല്ലേ പറഞ്ഞു. എൻ്റെ കിണറ്റിൽ വെള്ളം വിട്ടുന്നിട്ട് വരാം പൂരത്തിന്. അന്ന് എന്താ പറയേണ്ടത് ഏതാണെന്ന് അറിയില്ല കുട്ടി. അന്ന് 100 റുപ്യ മോൻ തന്നു വെച്ചാൽ ഞാൻ ഈ ആന പൂരം നടക്കണം, ഇവിടെ 50 ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ആൻ്റെ അടുത്തേക്ക് ഉന്നം വെക്കും. സത്യം പറയണത്. കണ്ടംപുള്ളി ബാലനാരായണൻ കേരളത്തില് ഏറ്റവും വലിയ ആന തന്നെ പറയാം അല്ലെ? അതെ, അന്ന് തന്നെ വലിയ ആന. അന്ന് വലിയ ആന. നല്ലൊരു എഴുന്നള്ളിപ്പിട്ടുള്ള ആന അല്ലെ? അങ്ങനെയല്ലേ? നല്ല മത്സരിക്കാൻ പറ്റിയ ആനയാണ്. നമ്മളൊക്കെ ഇപ്പോഴത്തെ പുതിയ ആനപ്രേമികൾക്കൊന്നും ചിലപ്പോൾ അധികം വശം ഉണ്ടാവില്ല എന്ന് വരും, അറിയില്ല. വരും. അപ്പൊ അതിനെ കൊണ്ട് നടന്നു. ഇപ്പൊ 8 കൊല്ലം 7 കൊല്ലം കൊണ്ട് നടന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങൾ അതിനെങ്ങനെയാന്ന് വെച്ചാൽ താനെ മുട്ടിയങ്കലിമ്പ് പോണാന തെങ്ങും പറമ്പ് കൂടെ കൊണ്ടുപോകുമ്പോ നല്ലോണം കാക്കണാനെ. കോല് പിടിച്ചിട്ട് വരുന്നവനോ ആനോടെ അടുത്തേക്ക് വരാനോ ഇരിക്കാനോ ഒന്നും മിണ്ടാനോ പിടിക്കാനോ പാടില്ല. മുകളിൽ ആള് വേണം. അത് മുകളിൽ ആളുണ്ടെങ്കിലും തെങ്ങും പറമ്പ് കൂടെ പോകുമ്പോ ആന്റെ കൊമ്പ് പിടിച്ചിട്ട് ആ തെങ്ങും പറമ്പാണ് കടത്തി വിടുന്നത്. അന്നത്തെ കാലം നടന്നു പോലല്ലേ, വണ്ടിയില്ലല്ലോ. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ മുട്ടിയങ്കല വേണം എനിക്ക്. അത് പൂരത്തിന്റെ പറമ്പിലാണ് കയറിയാൽ മുട്ടിയങ്ങളെ തട്ടിക്കൂട്ടാം. ഇപ്പൊ വഴിയടിച്ച് വരുവാണ്, നമ്മളിപ്പോ ഈ അമ്പലപ്പറമ്പിൽ പൂരത്തിന്റെ അമ്പലപ്പറമ്പിൽ കയറി വന്നാൽ മുട്ടിയങ്ങളെ തട്ടിക്കൂട്ടാം. കൂട്ടത്ത് കയറ്റി നിർത്തിയിട്ട് മേളം കലാശിക്കുമ്പോഴേക്കും മുട്ടിയങ്ങൾ ഇടണം. മേളം കലാശിക്കുമ്പോഴേക്കും മുട്ടിയങ്ങൾ ഇട്ടിട്ടില്ലെങ്കിൽ കോല ഇറക്കാൻ സമ്മതിക്കും. കോല ഇറക്കിയാൽ അന പിന്നാക്കം പോരുവാന. പിന്നാക്കം പോകുന്നത് നമ്മൾ ബലം വെച്ചാൽ നമ്മളെ ഓടിക്കുകയാണ്. ഓടിച്ച് ചാടിച്ചിട്ട് പിന്നാലെ കൂടുകയോ പിടിക്കുകയൊന്നും ചെയ്യില്ല. ആനെ പിടിക്കാനൊന്നും പറ്റില്ല. അപ്പൊ എന്താ സൂത്രം എന്ന് വെച്ചാൽ, എവിടെങ്കിലും എന്തെങ്കിലും കൊളത്താൻ പറ്റുന്ന ഒരു താപ്പാന്നുണ്ടെങ്കിൽ വേറെ ഒരു വടി ഇങ്ങനെ കുത്തി ടൈമിൽ എന്തുകൊണ്ടെങ്കിലും തടഞ്ഞാൽ മതി, മനസ്സിലായാൽ മതി. പിന്നെ ചട്ടക്കാരനെ ഒരു 5 മിനിറ്റ് അടുത്ത് വരരുത്, എവിടെങ്കിലും മാറിയിരിക്കുക. അപ്പൊ മുമ്പ് കൂടെ കയറി വരുമായിരുന്നു. ബാക്കിൽ നിന്നിട്ട് വിളിച്ച് കയ്യോടെ കെട്ടട്ടെ എന്ന് പറഞ്ഞാൽ ആന ഷട്ടായി. വേഗം കോലി ചേരാം, മുകളിലെ ആളെ കയറ്റാം. കണ്ടംപുള്ളി ബാലനാരായണൻ കൊണ്ടുള്ള വലിയ സദസ്സ് ചേട്ടന് ഓർമ്മയില് മനസ്സിൽ ഇപ്പോൾ നിൽക്കണ വലിയൊരു വേദി ഏതൊക്കെ പൂരങ്ങളൊക്കെ? ചെറായ പൂരം, മത്സരത്തിനൊക്കെ മൂത്തൊന്ന്, പിന്നെ ചെമ്പുത്തറ മകരച്ചവയ്ക്കൊക്കെ, പിന്നെ ഇവിടെ തിരൂര് ആ പള്ളിയുടെ. അപകടങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട് ഈ ആന? ഇല്ല, എനിക്കൊന്നും ഒന്നുമില്ല. ആന തെറ്റും, അതിന് നമ്മളതിനെ തെറ്റും, അതിനനുസരിച്ച് നീങ്ങുക. എന്തേന്ന് അതിന് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, പൂരം കഴിഞ്ഞാൽ കമ്മിറ്റിക്കാരോട് പറയും, പൂരം കഴിഞ്ഞ് ആനയെ കൊണ്ടുപോയി കൊളത്താളൊരു വിളക്ക് തയ്യാറാക്കണം. കൊളത്താൻ സൗകര്യം കാണിക്കും. മുട്ടിയങ്ങലയ്ക്ക് കൊളത്തും. ചങ്ങല മുൻകരുതലും. ചങ്ങല വെട്ടിച്ചൂടെയുള്ളൂ, ചങ്ങല തട്ടില്ല. സ്പെയർ ആയിട്ടൊരു ചങ്ങല ഉണ്ടാവും. അന്ന് കയറൊന്നുമില്ല, അന്ന് ചങ്ങല തന്നെയാണ് നടവാറാക്കൽ. സ്പെയർ ആയിട്ടൊരു ചങ്ങല ഉണ്ടാവും, അത് തറി കൊണ്ടിട്ടുണ്ടാവും. എവിടെ കെട്ടണ വെച്ചാൽ അവിടെ. അന്ന് വണ്ടിയൊന്നും ഇല്ല,
അതൊരു അതിനൊരാളെ ആരെ കൊണ്ടെങ്കിലും കാറിൽ കൊടുന്നിട്ട് ഏർപ്പാടാക്കിക്കില്ലേ? കാറിൽ ഇവിടെ കെട്ടുകയാണെങ്കിൽ ഇവിടേക്ക് ഇടും. അവിടെ കൊടുന്നിട്ട് ഈ നടവാറക്കും വലിയ അങ്ങനെ തട്ടില്ല, വെട്ടിച്ചൂടേ ഉള്ളൂ. വിളക്ക് മുമ്പിൽ വെക്കും. ഞാൻ ഇവിടെ കിടക്കും, എനിക്ക് പോകാൻ പറ്റില്ല. പോയി വന്നാൽ രാത്രി പൂരം നടത്തില്ല ഞാൻ. അങ്ങനെ കുറെ അങ്ങനെ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ചിട്ടവട്ടേ ഉള്ളൂ. അല്ലാതെ ആണ് നമ്മൾ ഇവിടെ ഇപ്പൊക്കെ എങ്ങനെ വെച്ചാൽ ആനയെ പിടിച്ച് കുളത്തുന്നതിന് മുമ്പ് വാറ അന്വേഷിച്ചു പോകും. അതിന്റെ അടുത്ത് പറ്റില്ല. അങ്ങനെ പോയാൽ അപകടങ്ങൾ അങ്ങനെ കൊടുത്തിട്ടേ ഉള്ളൂ ആന. പിന്നെ മത്സരത്തിന് കയറ്റി നിർത്തി ആനെ പിന്നാക്കം ഇറക്കരുത്. പിന്നാക്കം ഇറക്കിയ ഭയങ്കര മത്സരിക്കാൻ പറ്റിയ ആനയാണ്. മുമ്പാക്കം എത്ര വേണമെങ്കിൽ കയറ്റിക്കോളും. ചെമ്പുത്തറ ഉണ്ടായ കേസ് അങ്ങനെയാണ്. ചെമ്പുത്തറ ബാലേട്ടന് അപകടം വരാൻ കാരണം അതാണ്. ചെമ്പുത്തറ ആന തെറ്റി. അന്ന് ഈ പ്രസാദാന എൻ്റെ കയ്യിൽ നിങ്ങളുടെ നിന്ന് ആന ആനയെ പുറത്തേക്ക് ഇറക്കിയത് ഞാനാണ്. പൂരം 64 പൂരം കഴിച്ചു ഇവിടെ വെച്ചിട്ട്, എവിടെ തൃശ്ശൂർ നിൽക്കുമ്പോൾ. പിന്നെ അയാൾക്ക് തലവേദന കളിപ്പൊക്കെ അതിലേറെ ഭ്രാന്ത് കളി. ഞങ്ങളുടെ ആന നിൽക്കണു പറഞ്ഞു കാശൊക്കെ തരുക. വൈകുന്നേരം 7 മണി വരെ എടുത്ത് കാത്തിക്കണം പൈസക്ക്. എനിക്ക് പറ്റില്ല പറഞ്ഞു. എന്നിട്ട് അവിടെ ഈ ആന ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് അമ്പല കമ്മിറ്റിയുടെ ബാക്കിലേക്കാണ്. അപ്പൊ അന്ന് ഈ വലിയ ആനക്ക് ശ്രീധരനാണ്. ഏത് ശ്രീധരൻ? എളവള്ളി ശ്രീധരൻ അല്ല, എളാട് ശ്രീധരൻ. ഈ വിജയനാനയമ്പിൽ നമ്മുടെ മരിച്ച രാജനാ. വിജയനാനയും ബാലേട്ടൻ്റെയാണ്. ശ്രീനിവാസനാനയ്ക്ക് പനവണ്ണ കൃഷ്ണനാ. അപ്പൊ ഇവർക്ക് ഈ ആനകളൊക്കെ കയറി വന്ന് നോക്കുമ്പോ കണ്ണാറേന്നല്ല പട്ടിക്കാട്ടുന്നാണ് ബാലേട്ടൻ്റെ ആന, വലിയ ആന. ആനകളൊക്കെ കയറി വന്ന് നോക്കുമ്പോ വലത്തെ കൂട്ടിന് തല്ലൂടാ. ഇപ്പൊ കോലം വേണം, കൂട്ടും വേണം. എല്ലാവർക്കും കൂട്ടും വേണം. ആന പോരാ, ആന എഴുന്നള്ളിപ്പാനേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന് എത്ര ആന കൂട്ടു നിൽക്കുക? മേൽക്കുമേലെ നിൽക്കാൻ പറ്റുമോ? കോലം ഇപ്പൊക്കെ എല്ലായിടത്തും കോലായി നിൽക്കുക. ഒരു ദേവസ്വം കോലം ഒരു ആനയ്ക്ക് കൊടുത്താൽ അതിനൊരു കൂട്ടാനോ വേടോ മലോ രണ്ടാനോ മര്യാദയ്ക്ക് നിൽക്കുക. പിന്നെ അതിന്റെ കൂട്ടായിട്ടല്ലേ നിൽക്കുന്നത്. ഇപ്പോഴത്തെ ആനക്കാർക്ക് ഒക്കെ വലത്തെ കൂട്ട് വേണം. കോലം ചോദിക്കാൻ പിന്നെ പറ്റില്ലല്ലോ വിചാരിച്ചിട്ടാണ്. ഇപ്പൊ ഒക്കെ വലത്തെ കൂട്ട് വേണം. ഇപ്പൊ ഈ ആനയെ കൊണ്ടുപോയിട്ട് എനിക്ക് പേരാമല ആനയുടെ കൂട്ട് വേണം പറഞ്ഞാൽ കിട്ടുമോ? അത് മനസ്സിൽ വെക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോ ഈ ആനകൾ വഴക്കുണ്ടാക്കണം, തല്ലുകൂടണം മുഴുവൻ ആനക്കാരെ ഇതുകൊണ്ടാണ്. കൂട്ട് വേണം, അല്ലെങ്കിൽ ആന നിലത്ത് നിർത്തില്ല. ഇതങ്ങനെ നിർത്തുക. ഇപ്പോഴത്തെ ആ രീതിനെ കുറിച്ച് ചേട്ടന്റെ അഭിപ്രായം? ഇപ്പോഴത്തെ രീതിയിലനുസരിച്ചിട്ടുള്ള ഇപ്പൊ മുതല് കേടുവരുത്തൽ മാത്രം. ആനകളെ നന്നാക്കി കൊണ്ടുനടക്കലല്ല. പ്രായമുള്ള ആനകളില്ല, പ്രായമുള്ള ആനകളുണ്ട്, ആനക്കാരില്ല. ഇപ്പൊ ചെറുപ്പൊക്കെ പ്രായമുള്ളവർക്ക് കണ്ണു പിടിക്കില്ല ആരും. അയാളെന്ത് ആനയൊന്നും കൊണ്ടുനടക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഞാൻ ഈ വരലുമ്പിൽ നിർത്തില്ല. ഏത് ആനയാലും ഞാൻ നന്നാക്കിയിട്ട് വൃത്തിയിൽ നിർത്തുള്ളൂ. അതിപ്പോ പൂരപ്പറമ്പുകളില് എന്താ വെച്ച് കഴിഞ്ഞാല് പൈസ നിലവ് നിൽക്കുന്നതിനനുസരിച്ചാണ് കമ്മിറ്റിക്കാർക്ക് കാശ് കൊടുക്കണത്. പുതിയ ആനക്കാരൻ മാത്രമുള്ള കുറ്റല്ല അത്. അതിന് കമ്മിറ്റിക്കാരോട് ആന കേൾക്കാൻ വരുമ്പോ പറയും എന്റെ ആന ഇത്ര അടി പൊക്കേ ഉള്ളൂ, ഈ നിലവേ കിട്ടും. അത് മാഷ് പറയണ മാതിരി. ഏതാക്കിക്കാവ് മാഷ്. അയാളൊന്നും ഈ ആന ഉടമസ്ഥന്മാരെ കളിക്കും. ആനക്കാരൻ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. ഈ കമ്മിറ്റിക്കാര് ആദ്യം തല പൊന്തിക്കോ, അത് പിടിക്കോ, ഇത് പിടിക്കോ ഇല്ലാന്ന് പറയണം. അതേ അപ്പം പറഞ്ഞ എന്റെ ഉടമസ്ഥന്മാരല്ലേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, അതേമാതിരി ചെയ്യുക. ഞാൻ അതിനെ തട്ടിക്കൊട്ടി ഈ നിലവ് നിർത്തി തരും. മാഷ് പറയും എന്റെ ആന ഈ നിലവേ നിൽക്കുള്ളൂ, നിങ്ങൾ അവിടെ ചെന്നിട്ട് കോലം വേണം ഒന്നാം ദാനം കിട്ടണം എന്ന് പറഞ്ഞാൽ നിൽക്കില്ല. അതിനെ തട്ടിക്കൊട്ടി തല്ലാനൊന്നും സമ്മതിക്കില്ല. എന്താ ആന ഉടമസ്ഥന്മാരേക്ക് ആന ഇപ്പൊ പിന്നെ കുറെ ആന വൃത്തിയെടുക്കുക. അതാ കുട്ടിയുടെ കഴിവുകൊണ്ട് വന്നതാ. ഒരു തെറ്റ് ചെയ്ത് ആ തെറ്റ് നമ്മൾ ശിക്ഷിച്ച അപ്പൊ തന്നെ അതിന് കൈകാര്യം ചെയ്യണം. അപ്പൊ മാറ്റി കെട്ടുകയല്ല വേണ്ടത്. അങ്ങനെ മാറ്റി കെട്ടിയാൽ പിന്നെ ആന അംഗം പിടിക്കില്ല. അപ്പൊ ആനക്കറിയാം എന്തെങ്കിലും ചെയ്താൽ വേഗം പോയി കിടന്നുറങ്ങാന്നേ. ബാലകേട്ടാ, ഇപ്പൊ മിക്ക വീട് അമ്പലപ്പറമ്പുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു ആന ഒരു വാട പിടിക്കുക എന്തെങ്കിലും കുറുമ്പ് കാണിച്ച ആനക്കാര് അപ്പൊ ഒരു തല്ലും. ഇപ്പോഴത്തെ പുതിയ ആനക്കാരായാലും ആനക്കാരും തല്ലും. അത് ചെറിയ വീഡിയോകൾ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ആന പീഡിപ്പിക്കുന്നത് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ കൊണ്ടുനടക്കണ സാധനം ജനങ്ങളുടെ മേത്ത് കയറാണ്ടിരിക്കാൻ നിങ്ങൾ ചെയ്യണ ഒരു ശിക്ഷണമാണ് അതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ആൾക്കാർക്ക് ഇല്ല. അതിന്റെ കാര്യങ്ങള് അതിനെ കുറിച്ചിട്ട് അതിന്റെ കാര്യം ഈ ആനകൾ ചിലത് വാടയെടുക്കണതേ ഇപ്പൊ 2 തരണ്ട്. ചില പൂരങ്ങൾ കയറി വരുമ്പോ ആന മൂത്രം ഒഴിച്ചിട്ടാവും കയറി വരുന്നുണ്ടാവുക. അപ്പൊ മൂത്രവാട എടുക്കാനോള്, അല്ലെങ്കിൽ പട്ട എടുത്തിട്ട് കയറി വരുന്നുണ്ടാവും ചില ആനകൾ. ഇപ്പൊ ആനക്കാരെന്ന് വെച്ചാൽ കൊമ്പത്ത് പട്ട എല്ലി വെട്ടിയിട്ട് കൊമ്പത്ത് വെച്ചിട്ട് അവർക്ക് എടുക്കാൻ പഠിച്ചിട്ട് എന്താ അവർ വെള്ളച്ചാട്ടിൽ മണ്ണാവും. അപ്പൊ ആനയുടെ കൊമ്പത്ത് വെച്ചാൽ ഈ തലയെക്കെട്ട് കേട് വന്നാലും അത് കരക്കാരേ ഇല്ല എന്ന് വെച്ചിട്ട് കൊമ്പത്ത് പട്ട വയ്ക്കുമ്പോൾ ഈ ആനയുടെ അടുത്തേക്ക് കയറി വരുമ്പോൾ ചിലപ്പോൾ കൂട്ടത്തിലേക്ക് കയറി വരുന്ന സമയത്ത് ചിലവർ ബാക്കിൽ ഇടിയിക്കും പട്ട, ചിലവർ ഇടിയിക്കില്ല.
അങ്ങനെ ആകുമ്പോൾ ആന വാടയെടുക്കണം എന്തിനാ അറിയാം, ഈ ആന കയറി വരണ വാടയാണ്. അത് ചിലർക്ക് മൂത്രം ഒഴിച്ചിട്ട് ആന കയറി വരും, അപ്പോഴാണ് വാടയെടുക്കണം. അല്ലാതെ ഒരാളെ ആന എന്തെങ്കിലും ചെയ്യാനോ പിടിക്കാനോ. അങ്ങനെ സിംറ്റംസ് ആന കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ആന തെറ്റാനായിട്ടുള്ള ചാൻസുകൾ കാണിച്ചു കഴിഞ്ഞാൽ ആനക്കാരൻ ഒരു തല്ല് വെച്ച് കൊടുക്കണോണ്ട് തെറ്റുണ്ടോ? അതിന് തെറ്റില്ല, അതിന് ജനങ്ങൾ സമ്മതിക്കില്ലല്ലോ. അതിന് നമ്മളപ്പോ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അപ്പൊ തല്ലല്ല വേണ്ടത്. ജനങ്ങൾ മനസ്സിലാക്കണില്ല. അല്ല, അവർക്കത് മനസ്സിലാവില്ലല്ലോ. അപ്പൊ തല്ലല്ല വേണ്ടത്. അപ്പൊ നമ്മൾ ആനയെ നല്ല വാക്കിന് പറഞ്ഞിട്ട് തൊട്ടിട്ട് കയ്യോടെ വെക്കണം. എന്തെങ്കിലും ചെയ്യാൻ ചേറ്റാക്കാൻ പറ്റാത്തുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് അറിയില്ലല്ലോ. ജനങ്ങൾ മനസ്സിലാക്കി അവിടെയും കൂടുതൽ ഇതോട് വരണം. അപ്പൊ എന്താ, ഈ പേപ്പറിൽ ഇട്ടു, അല്ല അതിൽ വന്നു, പേപ്പറിൽ വന്നു, ആനയെ പിടിച്ചു, ആ ആനയെ മാറ്റണം എന്നുള്ള കംപ്ലൈന്റുകളായി. പിന്നെ നമ്മുടെ അടുത്ത് തന്നെ ഇപ്പൊ നാള് ഒരു ആന, അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ആനയുടെ മതപ്പാട് സമയത്ത് ചങ്ങല ഇളക്കിടാൻ പറ്റാണ്ട് ഈ ആനയുടെ കണ്ണി 2-3 ഉള്ളിക്ക് പോയിട്ട് ഉള്ളൊരു വീഡിയോസ് വന്നു. ഇതും ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവണില്ലേ, മതപ്പാടുള്ള ആനയുടെ തിരിച്ചിടാൻ പറ്റണ്ട. ആള് മാറിയാൽ ചിലപ്പോ ചില ആനക്കാരൻ ആന വഴക്കുള്ളത് ആനയിൽ വിചാരിച്ചിട്ട് ചങ്ങല ഇളക്കിടാൻ പോവില്ല. അല്ല, അപ്പൊ ഈ മുറിവ് കാണുമ്പോ ആൾക്കാർ അതിന്റെ മുതലാളിനും ആനക്കാരെ നേരിച്ചിട്ട് അത് കാര്യമില്ല. ചില ആനകൾ ചങ്ങല ഇളക്കിയിട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മള് കുളത്തിൽ ചില നടയമ്പ് കെട്ടിക്കഴിഞ്ഞാൽ, ചെൽപ്പടിയുള്ള നടയാണെങ്കിൽ ലൂസാക്കി കെട്ടി ആന ഇളക്കും. ചില ആന ഇളക്കില്ല, വാറി ഊരികളെ ഇളക്കുക, ഈ കൊമ്പിന് കോരിയായി ചങ്ങല മേപ്പിട്ട് കയറും. അപ്പൊ ഇവിടുത്തെ മുറിയിലാവില്ല, ഞങ്ങൾ ഒന്ന് കയറി ഒന്ന് ഇളകി കിട്ടും, അന്ന് ചൂടാറും. ചില ആനകൾ നട അനക്കില്ല. നട അനക്കാതെ വരുമ്പോ ചൂടാവുകയല്ലേ, ഇരുമ്പല്ലേ, ചൂടാവുകയാണ്. അപ്പോൾ ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോഴേക്കും ചങ്ങല പൊട്ടും. അപ്പൊ അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ, യുക്തിയിലുള്ളവനാണ് അതിന്റെ ചോറ് കൊണ്ടിട്ട് നിലയിൽ നിൽക്കണം എന്നുള്ളവനാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഇവിടെ ഈ കാണിച്ച മാതിരി എന്തൊക്കെ ചെയ്താൽ 2-4 ദിവസം ആന സമ്മതിക്കില്ല. നടാടപ്പത്ത് ഒരാളുണ്ട്, അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആന കോലും കൊണ്ട് വരുമ്പോ തല്ലിയെ പിടിക്കുക എന്നുള്ള ഭയപ്പാട് കൊണ്ടാണ് അവര് ചെയ്യണത്. ഇടി കൊണ്ടിട്ട് ഭയപ്പെട്ട ആനകള് സമ്മതിക്കില്ല. അങ്ങനെ ഒരു 4 ദിവസമൊക്കെ നിന്നാൽ നമുക്ക് ഇളക്കിടാൻ പറ്റും. ഏത് വഴക്കുള്ളതാണെങ്കിൽ ഇളക്കിടാൻ പറ്റും. പക്ഷെ നമ്മൾ ഉത്സാഹിച്ച് ചെയ്യണം. അത് ഉടമസ്ഥൻ പറയൊന്നും വേണ്ട. അപ്പൊ ഈ ആനയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒലിക്കാത്തൊരു ആനയായിരുന്നു. ഇവിടെ വന്നിട്ടാണ് ഈ ആനയ്ക്ക് ഇതിനെ ഒലിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയാ. നമ്മള് നിരവധി ആനക്കാരെ കണ്ടുണ്ടാവും. ഇപ്പൊ ബാലകൃഷ്ണനെ നേരിട്ട് കണ്ടല്ലോ, അത്യാവശ്യം പ്രായക്കായുണ്ട്, 76 വയസ്സായി എന്നാണ് പറഞ്ഞത്. 76-ാം വയസ്സില് ഒരു ആന കയറി നിൽക്കണു. ഈ ആന അടിച്ചു കഴിഞ്ഞാൽ വനമോഹൻ എന്ന് പറയുന്ന ഒരു ആന, വനമോഹൻ എന്ന് പറയുന്ന ആനയെ കുറിച്ച് അത്യാവശ്യം ആനപ്രേമികൾക്ക് അറിയാം. ആന, ഉലിവ് കറക്റ്റ് ആവാത്ത ആന, ഇപ്പൊ മുള്ളു പറ്റില്ലാണ്ട് തന്നെ അതിനെ പുറത്തിറക്കിയിരുന്നില്ല തെക്ക് ഭാഗത്തുള്ളവരെന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത്. കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടറിയുള്ളൂ. അങ്ങനെയുള്ള ആനയുടെ തൃശ്ശൂർ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ആറാട്ടുപുഴ പൂരം വരെയുള്ള സകല പൂരങ്ങളും നല്ല രീതിയിൽ എടുത്തു.